ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിലേക്കുള്ള താരലേലത്തിൽ 4 കളിക്കാർക്കാണ് 7 ലക്ഷത്തിന് മുകളിൽ വില ലഭിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസിയിൽ മുൻ IPL ഓപ്ഷണറായ ചാരു ശർമ്മയായിരുന്നു ലേലം നിയന്ത്രിച്ചത്. വാശിയേറിയ താരലേലമാണ് നടന്നത്. ലേലത്തിൽ 7.4 ലക്ഷം രൂപയ്ക്ക് ഓൾറൗണ്ടർ MS അഖിലിനെ ട്രിവാൻഡ്രം റോയൽസും 7.2 ലക്ഷം രൂപയ്ക്ക് വിക്കറ്റ് കീപ്പർ വരുൺ നായനാരെ തൃശൂർ ടൈറ്റൻസും സ്വന്തമാക്കി. ഓൾറൗണ്ടർ മനു കൃഷ്ണനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ബാറ്റർ സൽമാൻ നിസാറിനെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും 7 ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. 50,000 രൂപ അടിസ്ഥാന പ്രതിഫലമുള്ള C വിഭാഗത്തിലെ ഓൾറൗണ്ടർ M നിഖിലിനെ 4.6 ലക്ഷത്തിന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ സ്വന്തമാക്കിയത് ശ്രദ്ധേയമായി. ലേലത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 10 കളിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്ത് MS അഖിൽ ട്രിവാൻഡ്രം റോയൽസ് 7.4 ലക്ഷം. രണ്ടാമത് വരുൺ നായനാർ തൃശൂർ ടൈറ്റൻസ് 7.2 ലക്ഷം. മൂന്നാമത് മനു കൃഷ്ണൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 7 ലക്ഷം. നാലാമത് സൽമാൻ നിസാർ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 7 ലക്ഷം. അഞ്ചാമത് അജ്നാസ് M കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 6.2 ലക്ഷം. ആറാമത് കൃഷ്ണപ്രസാദ് ആലപ്പി റിപ്പിൾസ് 6.2 ലക്ഷം. ഏഴാമത് KM ആസിഫ് കൊല്ലം സെയിലേഴ്സ് 5.2 ലക്ഷം. എട്ടാമത് വിനോദ് കുമാർ ട്രിവാൻഡ്രം റോയൽസ് 5 ലക്ഷം. ഒൻപതാമത് അക്ഷയ് ചന്ദ്രൻ ആലപ്പി റിപ്പിൾസ് 5 ലക്ഷം. പത്താമത് നിഖിൽ M കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 4.6 ലക്ഷം എന്നിങ്ങനെയാണ് താരലേലത്തിന്റെ കണക്കുകൾ. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ലീഗിലേക്കുള്ള വാശിയേറിയ താരലേലത്തിൽ 168 കളിക്കാരെയാണ് ഫ്രാഞ്ചൈസികൾക്ക് മുന്നിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണിനിരത്തിയത്. IPL, രഞ്ജി ട്രോഫി എന്നിവയിൽ കളിച്ചിട്ടുള്ളവരെ A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയും CK നായിഡു അണ്ടർ-23, അണ്ടർ-19 സ്റ്റേറ്റ്, അണ്ടർ-19 ചലഞ്ചേഴ്സ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളവരെ B വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപയും അണ്ടർ-16 സ്റ്റേറ്റ്, യൂണിവേഴ്സിറ്റി കളിക്കാരും ക്ലബ് ക്രിക്കറ്റർമാരുമായവരെ C വിഭാഗത്തിൽപ്പെടുത്തി 50,000 രൂപയും അടിസ്ഥാന പ്രതിഫലം നിശ്ചയിച്ചാണ് ലേലം നടത്തിയത്. ഇതിൽ B വിഭാഗത്തിൽ ഉൾപ്പെട്ട 7 പേർ A വിഭാഗത്തിന്റെ അടിസ്ഥാന തുകയേക്കാൾ ഉയർന്ന പ്രതിഫലം നേടി. ഓൾറൗണ്ടർ അക്ഷയ് മനോഹർ ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടിയ തുക നേടിയിട്ടുണ്ട്. 3.6 ലക്ഷത്തിന് തൃശൂർ ടൈറ്റൻസ് ആണ് അക്ഷയെ സ്വന്തമാക്കിയത്. ആകെ 108 താരങ്ങളെയാണ് ഫ്രാഞ്ചൈസികൾ ലേലം കൊണ്ടത്. A വിഭാഗത്തിൽ ഉൾപ്പെട്ട 31 കളിക്കാരിൽ എല്ലാവരെയും വിവിധ ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയപ്പോൾ B വിഭാഗത്തിലെ 43-ൽ 21 പേരെയാണ് ലേലം കൊണ്ടത്. C വിഭാഗത്തിലെ 94 പേരിൽ 56 പേരെയും ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കി. PA അബ്ദുൾ ബാസിദ് ട്രിവാൻഡ്രം റോയൽസിന്റെയും സച്ചിൻ ബേബി ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെയും മുഹമ്മദ് അസ്രുദ്ദീൻ ആലപ്പി റിപ്പിൾസിന്റെയും ബേസിൽ തമ്പി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെയും വിഷ്ണു വിനോദ് തൃശൂർ ടൈറ്റൻസിന്റെയും റോഹൻ S കുന്നുമ്മൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെയും ഐക്കൺ കളിക്കാരായി നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 2 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിലാണ് മത്സരങ്ങൾ നടക്കുക. ഓരോ ദിവസവും പകലും രാത്രിയുമായി 2 കളികളാണ് ഉണ്ടാവുക. കേരള ക്രിക്കറ്റ് ലീഗ് ഒഫീഷ്യൽ ലോഞ്ചിങ് ഈ മാസം 31-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഹയാത്ത് റീജൻസിയിൽ ബ്രാൻഡ് അംബാസഡർ കൂടിയായ നടൻ മോഹൻലാൽ നിർവഹിക്കും.